ചെറുപുഴ കണ്ണൂർ ജില്ലയിൽ തേജസ്വിനി പുഴയുടെ തീരത്ത് കാസർഗോഡ് ജില്ലയുടെ അതിർത്തിയിലുള്ള മലയോര പട്ടണം. ഈ പാലം കടന്നാൽ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ പഞ്ചായത്താണ്. ചെറുപുഴ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ. ഇന്ന് ജൂലൈ 29 ബുധനാഴ്ചയാണ്. സമയം രാവിലെ 6:30. ചെറുപുഴ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന തിരമാലകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന ഓഷ്യൻ വേവ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് 140 കിലോമീറ്റർ പെർമിറ്റുമായി തിരികെ വന്നിരിക്കുന്നത്. രാവിലെ നല്ലൊരു മഴ പെയ്ത് പോയതേ ഉള്ളൂ. ഇന്ന് മുഴുവൻ ഈ ക്ലൈമറ്റ് ആകാനാണ് സാധ്യത. ഇനി അടുത്ത 5 മണിക്കൂർ സാഗരയ്ക്കൊപ്പം. Welcome to the ultimate bus travel experience. We explore the most beautiful routes together and let's start the journey. ഡ്രൈവർ റെഡിയാണ്, യാത്രക്കാരും റെഡിയാണ്. കണ്ടക്ടർ ബെല്ലടിച്ചാൽ നമുക്ക് യാത്ര ആരംഭിക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ സാരഥി കണ്ണൻ ചേട്ടൻ. ടൈഗർ കോച്ചിൽ ഡിസൈൻ ചെയ്ത 2026 മോഡൽ ബസ്സാണിത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും വെള്ളരിക്കുണ്ടിന് പോകുന്ന AC സ്ലീപ്പർ ബസ്സാണ് ജേക്കബ്സ്. കുമളി കൊന്നക്കാട് സൂപ്പർ ഫാസ്റ്റാണ് ഈ വരുന്നത്. മഞ്ഞക്കാട് ജംഗ്ഷനിൽ നിന്ന് നേരെ ഉദയഗിരിക്കാം. വലത്തേക്കാണ് നമ്മുടെ റൂട്ട്. ടേക്ക് ഓവർ KSRTC തൊട്ടു പുറകിലുണ്ട്. ഇതുപോലെ മറ്റുള്ളവർ ഉണ്ടാക്കിയത് പറ്റിച്ചും പിടിച്ചുപറിച്ചും KSRTC എത്ര കാലം ഓടും? ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയക്കാർ എന്ത് നന്മയാണ് നാടിന് ചെയ്യുന്നത്? മഞ്ഞക്കാട്, തേർത്തല്ലി, രയറോം, ആലക്കോട്, കരുവഞ്ചാൽ, ഒടുവള്ളിത്തട്ട്, തളിപ്പറമ്പ്, കണ്ണൂർ, മുഴപ്പിലങ്ങാട്, ധർമ്മടം, തലശ്ശേരി, മാഹി, വടകര, പയ്യോളി, കൊയിലാണ്ടി, വെങ്ങളം, ഏലത്തൂർ, വെസ്റ്റ് ഹിൽ, നടക്കാവ് വഴിയാണ് റൂട്ട്. കണ്ണൂർ വരെ 65 കിലോമീറ്ററും അവിടെ നിന്ന് കോഴിക്കോടേക്ക് 95 കിലോമീറ്ററും ദൂരമുണ്ട്. ബസ് ഫെയർ 168 രൂപയാണ്. 5.25 മണിക്കൂറാണ് റണ്ണിങ് ടൈം. ബിബിനാണ് കണ്ടക്ടർ. തേത്തല്ലിയിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത്. വലത്തേക്ക് ചപ്പാരപ്പടവിന. KSRTC തൊട്ടു മുന്നിൽ തന്നെയുണ്ട്. ചെറുപുഴ മുതൽ
തളിപ്പറമ്പ് വരെയുള്ള മലയോര ഗ്രാമങ്ങളൊക്കെ കുടിയേറ്റ കർഷകർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലൊരു കുടിയേറ്റ ഗ്രാമമാണ് റേറോം. ഇടതു സൈഡിൽ കുപ്പംപുഴ നിറഞ്ഞൊഴുകുന്നത് കാണാം. കപ്പൂച്ചിൻ അച്ചന്മാരുടെ ഒരു ആശ്രമമാണ് വലതു സൈഡിൽ. അരങ്ങം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ് ഈ കാണുന്നത്. പാലാ പാണത്തൂർ സൂപ്പർഫാസ്റ്റാ ഈ വരുന്നത്. കാർത്തികപുരം ഉദയഗിരിക്കൊക്കെ ഇടത്തേക്ക് പോകണം. വലത്തേക്കാണ് ആലക്കോടിന്. സ്റ്റേറ്റ് ഹൈവേ 59 പോയിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ ചെറുപുഴ റൂട്ടിലോടുന്ന പുത്തൻ പുതിയ ദാമോദർ രുദ്ര മോഡൽ കിങ് ലൈനാണ് ഈ വരുന്നത്. വോൾവോയുടെ ഒപ്പം നിൽക്കുന്ന തലയെടുപ്പ്. KSRTC പോയതല്ലേ ഉള്ളൂ. 2 മിനിറ്റ് ഇവിടെ കിടക്കാം. ഒരു കണക്ഷൻ ബസ് വരാനുണ്ട്. സ്ഥിരം യാത്രക്കാരുള്ള ബസ്സാണ്. മണക്കടവിൽ നിന്നും തളിപ്പറമ്പിന് പോകുന്ന ബസ്സാണ് ഇപ്പോൾ വന്നത്. നമ്മൾ കാത്തുനിന്നത് ഈ കാപ്പിമല ബസ് വരാൻ വേണ്ടിയാണ്. തളിപ്പറമ്പ് കാപ്പിമല റൂട്ടിലോടുന്ന ബസ്സാണ്. ഈ ട്രിപ്പ് ആലക്കോട് വരെയുള്ളൂ. ചെറുപുഴ കോഴിക്കോട് 2016 വരെ ഫാസ്റ്റ് പാസഞ്ചർ പെർമിറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവർക്ക് 2 പെർമിറ്റുകളാണ് നിലവിലുള്ളത്. കണ്ണൂർ കോഴിക്കോടും ചെറുപുഴ കോഴിക്കോടും. തിരുമേനി ചെറുപുഴ കണ്ണൂർ, പടന്ന പയ്യന്നൂർ തലശ്ശേരി, കൂട്ടുപുഴ പയ്യന്നൂർ, വെള്ളരിക്കുണ്ട് കോഴിക്കോട്. ഈ റൂട്ടുകളിലും ഇവർക്ക് ബസ്സുകൾ ഉണ്ടായിരുന്നു. ഓഷ്യൻ വിൻഡ്, ഓഷ്യൻ വേവ്, സാഗര, സമുദ്ര എന്നീ പല പേരുകളിലാണ് ഇവരുടെ ബസ്സുകൾ അറിയപ്പെട്ടിരുന്നത്. ആലക്കോട് പാലം കടന്നാൽ വലതു സൈഡിൽ ഒരു സ്കൂളും മനോഹരമായ ആലക്കോട് പള്ളിയും ഒക്കെ കാണാം. ആലക്കോട് നിന്ന് 3 കിലോമീറ്റർ കൂടി യാത്ര ചെയ്ത് എത്തിയിരിക്കുന്ന ടൗണാണ് കരുവഞ്ചാൽ. ഇപ്പോൾ സമയം 7:41. ചാണോക്കൊണ്ട് നിന്ന് കൊടുവള്ളിത്തട്ട് വരെ മലകയറ്റമാണ്. ഈ റൂട്ടിലുള്ള ഒരു ചെറിയ ചുരം പാത. ബസ് തുടങ്ങുന്നത് 1999
ബസ് സർവീസ് തുടങ്ങുന്നത്. ബസ് സർവീസ് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അച്ഛൻ്റെ ഏട്ടൻ RTO ഓഫീസിലായിരുന്നു. പിന്നെ അച്ഛൻ കപ്പലിലും, പിന്നെ അച്ഛൻ്റെ അനിയൻ അന്നേരം ജോബൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അച്ഛൻ പറഞ്ഞ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാൽ RTO വെല്ലിച്ചൻ പിന്നെ നമ്മളെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ബസ് സർവീസ് തുടങ്ങുന്നത് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് 1999 ബസ് സർവീസ് തുടങ്ങുന്നത്. അച്ഛൻ പിന്നെ ഷിപ്പിലായതുകൊണ്ട്, പിന്നെ എൻ്റെ പേര് സാഗറുമായതുകൊണ്ട് ആദ്യം സാഗറുമായിരുന്നു ബസ്സിന് പേരിടാൻ തീരുമാനിച്ചത്. പക്ഷെ അന്നേരത്തെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 2 ഭാഗമുള്ള ഗ്ലാസ് അല്ലേ, നടുക്ക് മറ്റേ പാർട്ടീഷൻ വരുന്ന ടൈപ്പ് ഗ്ലാസ്, ഇപ്പോഴത്തെ ഒറ്റ ഗ്ലാസ് അല്ലല്ലോ. അപ്പം അതുകൊണ്ട് SA ഒരു ഭാഗത്തും GAR ഒരു ഭാഗത്തും എഴുതാനുള്ളൊരു ഇതുകൊണ്ടാണ് സാഗർ മാറ്റിയിട്ട് സാഗരയാക്കിയത്. അങ്ങനെയാണ് SAG ഒരു സൈഡിലും ARA ഒരു സൈഡിലും വന്ന് സാഗരയായിരുന്നു. ഫസ്റ്റ് പെർമിറ്റ് എന്ന് പറയുന്നത് ഇരിട്ടി പയ്യന്നൂർ പെർമിറ്റ് ആയിരുന്നു. അതാണ് നമ്മളെ ഫസ്റ്റ് പെർമിറ്റ്. ഫസ്റ്റ് ബസ് എന്ന് പറയുന്നത് KL 13E 5600, അതാണ് നമ്മളെ ഫസ്റ്റ് പെർമിറ്റ്. അങ്ങനെ ആ പെർമിറ്റെല്ലാം എടുത്ത് അച്ഛൻ്റെ അനിയന് ബസ് ബിസിനസ് കൊടുത്ത് അച്ഛൻ കപ്പലിൽ അങ്ങനെ ബിസിനസ്സെല്ലാം നല്ല അടിപൊളിയായിട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ബസ് ഇറക്കി. അതൊരു ടാറ്റയുടെ ബസ്സായിരുന്നു, KL 13F 2900. ഇത് രണ്ടുമാണ് നമ്മളെ ഫസ്റ്റ് 2 ബസ്. പിന്നെ ആ ബസ്സിൻ്റെ സൈഡിൽ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ പേര് വിട്ടു ബിപിൻ രാജ്, മുമ്പിൽ സാഗര തന്നെ. അതേ സ്റ്റൈല് ബസ്സായിരുന്നു, പക്ഷെ അത് ടാറ്റയാണ്. പിന്നെ അങ്ങനെ ഓരോ പെർമിറ്റായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ 3ാമത്തെ ബസ്സാണ് KL 13G 165. ആ പെർമിറ്റാണ് പയ്യന്നൂർ പടന്ന കണ്ണൂർ പെർമിറ്റ്, കോഴിക്കോട് ചെറുപുഴ പെർമിറ്റ് വരുന്നത്. അപ്പോൾ ആ വണ്ടി പിന്നെ അതിന് വേണ്ടിയിട്ട് അപ്പം അതിന് മുന്നേ ഇങ്ങനെ കുറേ ബസ്സൊക്കെ ഇറക്കിയിട്ടാ കണ്ണൂർ, ഇപ്പോൾ പയ്യന്നൂർ ബസ്. അപ്പം അതിൽ കുറേ വിഷമങ്ങൾ ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, ചെറുപുഴ പെർമിറ്റ് ഫസ്റ്റ് ഓടിയ ബസ് KL 13G 7626. ആ ബസ്സാണ് ഫസ്റ്റ് കോഴിക്കോട് ചെറുപുഴ ഓടിയത്. നല്ല സ്റ്റൈലാക്കിയിട്ട് ഇറക്കിയൊരു ബസ്സായിരുന്നു, നല്ല ബ്ലൂ കളർ പെയിൻറ്റും. അന്നത്തെ അത്ര ഗ്ലാമർ ഉണ്ട്. വെൽവെറ്റ്, അന്നേരത്തെ ഏറ്റവും വലിയ ഫാഷൻ എന്ന് പറഞ്ഞാൽ വെൽവെറ്റ് സീറ്റ്. അങ്ങനെ ആ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തലശ്ശേരി കൊടുവള്ളിന്ന് മരം വീണിട്ട്, ബസ്സിൻ്റെ മേലെ മരം വീണ്, ഓപ്പോസിറ്റ് കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് ബസ്സിൻ്റെ മേലെ മരം വീണ്. അത് ഭയങ്കര അടി നമുക്ക്. ആ ബസ് ഇറക്കി, ഒരു ബ്രൗൺ കളറായിരുന്നു ഇറക്കിയത്. 76 KL 13G 7626. ഈ ബസ് ഇറക്കിയിട്ട് അതിൻ്റെ 2 ആഴ്ച കൊണ്ട് ഈ ബസ് താഴെ ചുവക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരായിട്ട് മുട്ടി. അങ്ങനെ ആ ഓട്ടോറിക്ഷക്കാരെല്ലാവരും കൂടി എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പിപ്പാര എടുത്തിട്ട് ബസ് ഫുള്ള് കുത്തിപ്പറിച്ചു. ആ സിനിമയിൽ വരവേൽപ്പ് സിനിമയിൽ കണ്ട പോലെ തന്നെ ഷീറ്റൊക്കെ കുത്തിപ്പറിച്ച് കളഞ്ഞ്, സീറ്റ് കുത്തിപ്പൊളിച്ചു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ബസ് നല്ല അടിപൊളിയായിട്ട് ഇറക്കി. ആ ബസ് ഇറക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞാലും ഈ ബസ്സിൻ്റെ മേലെ മരം വീണ്. അതിൻ്റെ അകത്ത് ഒരാൾ മരിക്കുകയും ചെയ്തു, ഒരാൾ പാരലൈസ് ആവുകയും ചെയ്തു. ഡ്രൈവർ രക്ഷപ്പെട്ടു. ഡ്രൈവർ ചാടുമായിരുന്നു. ബസ് ഓപ്പോസിറ്റേക്ക് പോയി ഡ്രൈവർ എടുത്ത് ചാടി. ഇപ്പം ഒരു മരത്തിനോട് കുത്തി മരം പൊരിഞ്ഞിട്ട് ബസ്സിൻ്റെ മേലെ വിടും. ബസ് പപ്പടം. അങ്ങനെ നീണ്ടുപോകുന്ന കഥകൾ. അങ്ങനെ ആ ബസ് വീണ്ടും ഇറക്കി. പിന്നെ അത് KL 13H 9626 ഇറക്കിയത്, ഒരു പച്ചക്കളർ ബസ്. പിന്നെ അന്നേരത്തെ ഏറ്റവും വലിയ സാഗരയുടെ ഇതെന്ന് വെച്ചാൽ സാഗര സമുദ്ര, അതായത് 2 പേരുകൾ എല്ലാം കപ്പൽ റിലേറ്റഡുള്ള പേരായി. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സൈഡിലൊരു ചക്രം വരച്ചിട്ടുള്ള പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്, കപ്പലിൻ്റെ വീല്. അപ്പോൾ അത് ഭയങ്കര ഫാഷനായിപ്പോയി. അന്നത്തെ കാലത്ത് ഭയങ്കര ക്രേസ് ആയിരുന്നു. കുറേ ആൾക്കാർ ഈ ചിത്രം സൈഡിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇത് കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്, നമ്മളൊരു വെള്ളരിക്കുണ്ട് കോഴിക്കോട് ബസ് എടുത്ത് SS ഡീലക്സിൻ്റെ ഒരു ബസ് എടുത്തു, പെർമിറ്റ് എടുക്കും. അങ്ങനെ ആ ബസ് മാറ്റിയിട്ടാണ് ആ ബസ്സിൻ്റെ പെർമിറ്റ്. അപ്പോൾ ആ ബസ് നമ്മളെടുത്ത ബസ് KL 13C 1080 ആയിരുന്നു. ആ വണ്ടി നമ്മൾ സീബേർഡ് എന്നുള്ള പേരിലായിരുന്നു ഇറക്കിയത്, സീബേർഡ്. അങ്ങനെ എല്ലാം കപ്പൽ റിലേറ്റഡ് പേരായിരുന്നു. ഓഷ്യൻ വേവ്, ഓഷ്യൻ വിൻഡ്, അങ്ങനെ വെള്ളരിക്കൊണ്ട് ഓടാൻ വേണ്ടിയിട്ട് ഓഷ്യൻ വിൻഡ് ഇറക്കി. ആ പേരും നല്ല ചരിത്രമായി. ഓഷ്യൻ വിൻഡ് ഇറക്കി, ഓഷ്യൻ വേവ് വന്നു, പിന്നെ സൈഡിൽ കാണുന്ന മൗണ്ട് റൈഡർ വന്നു. അങ്ങനെ ഒരുപാട് നീണ്ടു പോകുന്ന കഥകൾ. കൊച്ചൂസ് ആലക്കോട് വഴി ഉദയഗിരിക്കാണോ?
കോഴിക്കോട് കാസർഗോഡ് ബസ്സാണ് റോഡിൻ്റെ വലതു സൈഡിൽ കാണുന്ന ആൻഫീൽഡ്. ഇപ്പോൾ നമ്മൾ NH-66 ഭാഗമായി കഴിഞ്ഞത് ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? തളിപ്പറമ്പിലെത്തുമ്പോൾ സമയം 8:16. കണ്ണൂർക്കുള്ള ബസ്സുകൾ ബസ് സ്റ്റാൻഡിന് വെളിയിലാണ് നിർത്തുന്നത്. ബാക്കി എല്ലാ വണ്ടികളും സ്റ്റാൻഡിനുള്ളിൽ കയറും. പയ്യന്നൂരിൽ നിന്നും വന്ന കണ്ണൂർ ബസ് പോകാൻ റെഡിയായി കിടപ്പുണ്ട്. സീറ്റിംഗ് യാത്രക്കാരേ ഉള്ളൂ ഇപ്പോൾ ബസ്സിൽ. ഇവിടുന്ന് 25 കിലോമീറ്റർ കൂടിയുണ്ട് കണ്ണൂർക്ക്. തളിപ്പറമ്പിൽ അടിപൊളി മഴ, മഴയോ മഴ. തളിപ്പറമ്പിൽ മഴയെന്ന് പറഞ്ഞാൽ മൊബൈലിൽ പിന്നെ ഏറ്റവും ഇതെന്ന് വെച്ചാൽ കണ്ണൂർ KL 13H 5445 എന്ന് പറഞ്ഞൊരു ബസ് ഇറങ്ങി. അന്നേരത്തെ നാട്ടിൽ ഗ്ലാസ് വണ്ടികൾ ഓടാത്തൊരു സമയത്തായിരുന്നു. അന്നേരം നമ്മൾ ഈ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടൊരു സാഗരാൻ്റെ അതൊരു കിടിലം ലിവറി ഉള്ള ഒരു വണ്ടി. ആ പെയിന്റ് ഇന്നും ആർക്കും അടിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു പെയിന്റിംഗ് ആയിരുന്നു. അതൊരു ചരിത്രമായിരുന്നു. കണ്ണൂരിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ബസ് കാണാൻ വരുമായിരുന്നു. അപ്പോൾ നമ്മളിത് ശരണ്യ മോട്ടോഴ്സ് കൊട്ടാരക്കര എന്നാണ് ഈ ബസ് കെട്ടിയിട്ട് കൊണ്ടുവന്നത്. അത് ആളുകൾക്ക് ക്രേസ് ആയിരുന്നു. ആ ബസ് വോൾവോ എന്നൊക്കെ ബാക്കിൽ എഴുതി. അങ്ങനെ ആ ബസ്സിൽ ആൾ കയറാണ്ടായിപ്പോയി. കാരണം ഈ ബസ് ഓടുന്ന ബസ് തന്നെയാണെന്ന് അറിയായിട്ട്, ടൂറിസ്റ്റ് ബസ് ആണോ എന്നുള്ള രീതിക്ക് അറിയായിട്ട് ആൾക്കാർ കയറ്റി നമ്മൾ സൈഡിൽ ഓർഡിനറി ചാർജ് എന്ന് എഴുതേണ്ടി വന്നു. അത്ര കിടിലൻ ലുക്കുള്ള ഗ്ലാസ് വണ്ടിയായിരുന്നു ആ സമയത്ത്. പിന്നെ അങ്ങനെ ഓരോ ബസ്സുകൾ മാറി മാറി ഇന്നിപ്പം എല്ലാ പെർമിറ്റും കൊടുത്തു, കുറേ പെർമിറ്റ് സറണ്ടർ ചെയ്തു. അങ്ങനെ ഇപ്പം ഏട്ടൻ്റെ മോൻ്റെ കയ്യിൽ ഒരു ബസ് കോഴിക്കോട് ചെറുപുഴ, വേറെ പുള്ളിയെടുത്ത ഒരു പെർമിറ്റ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പുഴയായ വളപട്ടണം റിവർ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ബാവലിപ്പുഴയും വളപട്ടണം പുഴയും കൂടിച്ചേർന്നാണ് ഇത്രയും വലിയ പുഴയാകുന്നത്. പ്രിയദർശിനി ഉണ്ടായിട്ടും അതിലൊന്നും കയറിപ്പറ്റാൻ പറ്റിയില്ലെന്ന ബസ്സിലിരിക്കുന്ന ചേച്ചിമാരുടെ വർത്തമാനം. സീറ്റ് കിട്ടിയാലും ഓഫീസിലെത്തുമ്പോൾ ഒത്തിരി ലേറ്റ് ആകുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്.
കണ്ണൂർ AKG ആശുപത്രിയുടെ മുന്നിലേക്കാണ് എത്തിയേക്കുന്നത്. കാൾടെക്സ് ജംഗ്ഷനിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് വലത്തേക്ക് പോയാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താം. ചെറുപുഴയിൽ നിന്ന് കണ്ണൂർ പുതിയ സ്റ്റാൻഡിലെത്താൻ 2.25 മണിക്കൂർ സമയമെടുത്തു. ഇപ്പോൾ സമയം 9:08. 9:20 ഇവിടെ നിന്ന് എടുക്കണം. ഓടിപ്പോയൊരു ചായ കുടിക്കാനുള്ള സമയമുണ്ട്. ചായ കുടിച്ചു വന്ന് വണ്ടി എടുത്തു. ഇനി കോഴിക്കോടേക്കാണ് പോകുന്നത്. ഇനി ഇവിടെ നിന്ന് തലശ്ശേരി, മാഹി, വടകര, പയ്യോളി, കൊയിലാണ്ടിയൊക്കെ സമയത്ത് ഓടിച്ചെത്തുക എന്നതാണ് ടാസ്ക്. സമയത്ത് ഓരോ സ്റ്റാൻഡിലും എത്തിയില്ലെങ്കിൽ മറ്റു വണ്ടികൾ യാത്രക്കാരെ കൊണ്ടുപോകും. അതുകൊണ്ട് റോഡ് പണി തീരുന്നോടം വരെ ഡ്രൈവർമാർക്ക് വടകരയൊക്കെ കഴിയുന്നിടം വരെ വലിയ റിസ്ക്കാണ്. മുന്നിൽ കിടന്നുരുളുന്ന ചെറുവണ്ടികൾ സൈഡ് കൊടുത്തില്ലേൽ ഹോണടിക്കാതെ വയ്യ. ഹോണടി ഇഷ്ടപ്പെടാത്തവർക്കായി ഈ കാര്യം പറയാതെയും വയ്യ. 95 കിലോമീറ്ററോളമുണ്ട് കോഴിക്കോട് വരെ. മേലെ ചൊവ്വയിൽ നിന്ന് ഇടത്തേക്ക് മട്ടന്നൂർക്ക് പോകാം. പയ്യന്നൂർ മൈസൂർ സൂപ്പർഫാസ്റ്റ് മുന്നിലുണ്ട്. കണ്ണൂരിൽ നിന്നും 9:10 എടുക്കുന്ന വണ്ടിയാണ്.
ഒരു ലോഡ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ ആ ബസ്സിൽ കയറാൻ. തലശ്ശേരിക്ക് പോകുന്ന ബസ്സാണ് അത്. നാഷണൽ ഹൈവേ 66 പോയിക്കൊണ്ടിരിക്കുന്നത്. ചാല ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലാണ് ഇടത് സൈഡിൽ. വലത് സൈഡിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും കാണാം. കണ്ണൻചേട്ടൻ തിക്കും തിരക്കും ഒന്നും കൂടാതെ സാവധാനമാണല്ലേ വണ്ടി ഓടിക്കുന്നത്. കോഴിക്കോടേക്ക് ഇവിടുന്ന് 75 കിലോമീറ്റർ കൂടി ഓടണം. മുഴപ്പിലങ്ങാട് നിന്നാണ് തലശ്ശേരി ടൗണിലേക്ക് തിരിയുന്നത്. നേരെ പോയാൽ തലശ്ശേരിയും മാഹിയും ഒന്നും ടച്ച് ചെയ്യാതെ കോഴിക്കോടെത്താം. അഞ്ചരക്കണ്ടി പുഴയാണ് താഴെ. കുയ്യാലിപ്പുഴ കടന്നെത്തുമ്പോൾ വലത് സൈഡിൽ കാണുന്നത് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ്. കടൽ കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പാർക്കുണ്ട് വലത് സൈഡിൽ. തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ സമയം 10:07.
തലശ്ശേരി കോഴിക്കോട് ബസ്സാണ് തൊട്ടു മുന്നിൽ. കണ്ണൂർ മുതൽ മഴയില്ല എന്നതൊരു ആശ്വാസമാണ്. തലശ്ശേരിയിൽ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാഹിയിലെത്താം. ഇവിടുന്ന് ഇടത്തേക്ക് ചൊക്ലി വഴി കൂത്തുപറമ്പിന് പോകാം. നമ്മൾ നേരെ മയ്യഴിപ്പുഴ കടന്ന് മാഹി ടൗണിലേക്കാണ് പോകുന്നത്. പാലം കടക്കുന്നതോടെ കണ്ണൂർ ജില്ലയുടെ അതിർത്തി കടന്നു. ആയിരത്തി 1723 ഇവിടെ പള്ളി പണിയുന്നത്. നാഷണൽ ഹൈവേ ഓപ്പൺ ആയതോടെ മാഹി ടൗൺ ശാന്തസുന്ദരമായി, തിരക്കൊഴിഞ്ഞ നഗരമായി മാറിയിരിക്കുന്നു. കോഴിക്കോടേക്ക് ഇനി 57 കിലോമീറ്റർ കൂടിയുണ്ട്. വടകര സ്റ്റാൻഡിലെത്തിയപ്പോൾ 10:48. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ബസ്സിൽ യാത്രക്കാരൊക്കെ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത്തിരി കൂടി നേരത്തെ എത്തണമായിരുന്നു. ഇനിയിപ്പോൾ കാലി പോണം.
വടകരയിൽ നിന്ന് 11 കിലോമീറ്റർ യാത്ര ചെയ്ത് ബസ് എത്തിയിരിക്കുന്നത് പയ്യോളി ബസ് സ്റ്റാൻഡിലാണ്. മൂടാടിയിൽ നിന്ന് വലത്തേക്ക് കൊയിലാണ്ടി ടൗണിലേക്കാണ്. ജോസ്മാനോ? ഞാൻ വീട്ടിലില്ലായിരുന്നു, അതെടുക്കാൻ വീട്ടിലില്ലായിരുന്നോ? ഇല്ല, ഇവിടെ തോളി അങ്ങ് പോകും, അത്രേ ഉള്ളൂ. ശരിയാ, ഓക്കെ ഓക്കെ. വെങ്ങളത്തു നിന്നും നാഷണൽ ഹൈവേയോട് വിട പറയുകയാണ്. വലത്തേക്ക് എലത്തൂർ വഴി വേണം ടൗണിലേക്ക് പോകാൻ. കോരപ്പുഴ പാലം, എലത്തൂർ പാലം, കേളപ്പാജി പാലം എന്നീ പേരുകളിലാണ് ഈ പാലം അറിയപ്പെടുന്നത്. 1940 ഇവിടെ ആദ്യമായി പാലം പണിയുന്നത്.
ഇപ്പോൾ കാണുന്ന പാലം പുതുക്കിപ്പണിതാകാനാണ് സാധ്യത. പാലം കടന്ന ഉടനെ ഇടത് സൈഡിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിൻ്റെ ഫ്യൂവൽ ഡിസ്ട്രിബ്യൂഷൻ ഹബ്ബ് കാണാം. എലത്തൂരിലാണ് ഇപ്പോൾ ബസ്. കോഴിക്കോട് കണ്ണൂർ ബസ്സാണ് ശ്രീചക്രം. അടുത്ത കണ്ണൂർ ബസ് വരുന്നുണ്ട്, വിക്രാന്ത്. ഈ നീല വണ്ടി കൊയിലാണ്ടി വരെയേ ഉള്ളൂ. ബോർഡ് കാണിക്കാൻ പറയാം. ഇമ്മാനുവൽ തലശ്ശേരിക്ക. കല്യാൺ കണ്ണൂർ കാണാം. കുട്ടിവണ്ടിയൊക്കെ എടുത്ത് ടി ആയിട്ടാണ് KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നത്. വെസ്റ്റ് ഹില്ലിൽ എത്തുമ്പോൾ സമയം 12:05. AC ബ്രദേഴ്സ് കുറ്റ്യാടിക്ക. കോഴിക്കോട് സർക്കാർ പോളിടെക്നിക്ക് ഇവിടെ ഇടത് സൈഡിലായിട്ടാണ്. കണ്ണൂർന്നും കുറവല്ലായിരുന്നു, കുറച്ചുണ്ടായിരുന്നു അല്ലേ? ആ, തലശ്ശേരിന്ന് കാര്യമായിപ്പോയി. ഞങ്ങളുമായിട്ട് വന്നായിരുന്നു. അവിടെ എവിടെയാ പാർക്കിംഗ് ചെയ്യാന്ന് അറിയത്തില്ലായിരുന്നു. അവിടെ തന്നെ വെച്ചാ ആയി. ഞങ്ങളവിടെ കാവാലം ബസ്സില്ലേ, ഇരുട്ടിന്ന് കാവാലം ബസ്സിൽ അവിടെ പോയി ഇറങ്ങി. അവർ വണ്ടിക്കാർ പറഞ്ഞു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ പാലം എന്ന് പറഞ്ഞ് നടന്ന് കഴിഞ്ഞു. ആദ്യത്തെ പാലം, രണ്ടാമത്തെ പാലം അവിടെ. അവർ പറഞ്ഞപ്പം പേരാമ്പ്രയിൽ നിന്നും വരുന്നതാ സ്നോ വൈറ്റ്. കൂത്തുപറമ്പ്. അവനെന്റെ വീഡിയോ കണ്ടിട്ട് പരിചയപ്പെട്ടോ. ചെറിയൊരു ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. ഒരാഴ്ചയൊക്കെ എടുക്കും. വർത്താനൊന്നും പറഞ്ഞില്ലല്ലോ, വർത്താനൊക്കെ പറയണ്ടേ? ആ, ഇല്ല, തിങ്കളാഴ്ച വൈകിട്ട് തലശ്ശേരി വന്നു, ട്രെയിൻ കയറി. ഞായറാഴ്ച ഇന്നലെ അങ്ങോട്ട് പോയി. കാലാങ്കിയും മറ്റേ കാഞ്ഞിരംകൊല്ലിയും പോയി. ആ, എല്ലാം കവർ ചെയ്ത് പോന്നു. ഇന്നലെ ചെറുപുഴ വന്നങ്ങി. ആ, കാവാലത്തിന് റിജേഷ് ചേട്ടനെ നമുക്ക് മേടിക്കണ്ടായിരുന്നു. അല്ലല്ലോ, വയലട. വയലട KSRTC ഉള്ളൂ. അതിരപ്പള്ളി വരെയും കൂടുതൽ അതിനകത്ത് ലേഡീസ് ആയിരുന്നു. അതിരപ്പള്ളി പറഞ്ഞാൽ ഇടിച്ചു കുത്തിയ ആളായിരുന്നു. അതിരപ്പള്ളി വരെ അവിടെ നിന്ന് സീറ്റിംഗ് യാത്രക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൽ കയറി പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതാക്കി കഴിയുമ്പോൾ പ്രിയദർശനം വന്നപ്പോൾ പിന്നെ ആരും കയറാണ്ടായി. അളവും പ്രഖ്യാപിച്ചാൽ ഇളവെല്ലാം പ്രഖ്യാപിച്ചാൽ അവർ തിരിച്ചു വരുമായിരിക്കും.
ആയിരിക്കും. മറ്റേ എന്തോ ഒരു മെമ്മോ എഴുതി കൊടുക്കല്ലേ? ആ. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെത്തുമ്പോൾ സമയം 12:15. ഇവിടെ നിന്നും ചെറുപുഴയ്ക്ക് എടുക്കുന്നത് 1 മണിക്കാണ്. ഞാൻ ഈരാറ്റുപേട്ട. ആ. अरे वाह 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 वाह